വൈവിധ്യങ്ങളുടെ സംഗമഭൂമി, വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമി, കലകളുടെയും സംഗീതത്തിൻ്റെയും സംഗമഭൂമി. അതെ, ലോകം ഇവിടെ സംഗമിക്കുകയാണ്. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ 28ാമത് ഗ്ലോബൽ വില്ലേജ് പുരോഗമിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്ലോബൽ വില്ലേജിലേക്ക് സ്വാഗതം. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രധാന കവാടം. പ്രധാന കവാടം കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വിശാലമായ ലോകമാണ്. പ്രധാന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ലോകാത്ഭുതങ്ങളുടെ ചെറു മാതൃകകൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് താജ്മഹലുണ്ട്. അങ്ങനെ വിവിധ ലോകാത്ഭുതങ്ങളുടെ ചെറു മാതൃകകൾ നമുക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി കാണാൻ സാധിക്കും. ഓരോ തവണയും പുതിയ കൗതുകങ്ങളുമായാണ് ഗ്ലോബൽ വില്ലേജ് മിഴി തുറക്കുന്നത്. ഇക്കുറി ഒരാഴ്ച മുൻപ് തന്നെ ഒക്ടോബർ 18 തന്നെ ആഗോള ഗ്രാമം സന്ദർശകർക്കായി തുറന്നു കൊടുത്തു. പതിവ് തെറ്റാതെ വൈവിധ്യങ്ങൾ ഏറെ ഒരുക്കിക്കൊണ്ടാണ് ആഗോള ഗ്രാമം സന്ദർശകരെ സ്വീകരിക്കുന്നത്. കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് ഒരു ദിവസം 40,000 മുതൽ 50,000 ആളുകളാണ് ആഗോള ഗ്രാമം സന്ദർശിക്കാനായി എത്തുന്നത്. ാം വർഷത്തിലേക്ക് ആഗോള ഗ്രാമം കടക്കുമ്പോഴും സന്ദർശകർ ഇരട്ടിയാകുന്നതിന് തെളിവാണ് ഇവിടെ എത്തുമ്പോൾ കാണുന്ന ഈ ജനക്കൂട്ടം. വാണിജ്യത്തിൻ്റെ ഒരു വലിയ ലോകം കൂടിയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ്. കണ്ണിറയെ വിസ്മയ കാഴ്ചകൾ കാണുവാൻ മാത്രമല്ല, കൈനിറയെ വസ്തുക്കൾ വാങ്ങുവാനും ഇവിടെ സന്ദർശകർ എത്തുന്നുണ്ട്. ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ചെറു പതിപ്പുകൾ ഇവിടെ ദർശിക്കാനാവും. മാത്രവുമല്ല, തനത് ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ശ്രേണി തന്നെ അതാതു രാജ്യങ്ങളിലെ പവലിയനുകളിലും ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ മുതൽ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ശില്പങ്ങൾ, ചെരിപ്പുകൾ, കൗതുക വസ്തുക്കൾ, അങ്ങനെ എന്തും ഇവിടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആഗോള ഗ്രാമത്തിലെ ഓരോ സന്ധ്യകളും വ്യത്യസ്തമാണ്. കലാസാംസ്കാരിക പരിപാടികൾ എല്ലാ പവലിയനുകളിലും ഉണ്ടാകും. ഓരോ രാജ്യങ്ങളുടെ പവലിയൻ കയറി ഇറങ്ങുമ്പോഴും ആ രാജ്യങ്ങളിൽ എത്തിയെന്ന് പ്രതീതിയാണ് ഇവിടെ ലഭിക്കുക. നൃത്തവും സംഗീതവും അങ്ങനെ രാവേറെ ആസ്വദിക്കാൻ കാഴ്ചകളുടെ പറുദീസ ഒരുക്കുകയാണ് ഈ ഗ്രാമം. ആതിഥ്യമരുളുന്ന UAE പവലിയനോടൊപ്പം സാധാരണ ഉള്ളതുപോലെ തലയെടുപ്പോടെ ഇന്ത്യ പവലിയനും ഗൾഫ് രാജ്യങ്ങളും വിരുന്നൊരുക്കി ചൈന, ഈജിപ്ത് തുടങ്ങി ജപ്പാൻ, ദക്ഷിണ കൊറിയ, മൊറോക്കോ, പാകിസ്ഥാൻ, ഫലസ്തീൻ, തായ്ലൻഡ്, തുർക്കി, യമൻ, റഷ്യ, അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ് എന്നിങ്ങനെ അടുത്തടുത്തായി 27 രാജ്യങ്ങളുടെ പവലിയനുകളും മറ്റു ചെറു സ്റ്റോളുകളുമാണ് ഗ്ലോബൽ വില്ലേജിൽ അണിനിരന്നിരിക്കുന്നത്. ിലധികം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ, വിവിധ വിനോദങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, വിശേഷ ദിവസങ്ങളിലെ പ്രത്യേക പരിപാടികൾ, രുചി വൈവിധ്യം നുണയാൻ 250-ലധികം റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, തെരുവ് ഭക്ഷണശാലകൾ, നയനമനോഹരമായ കരിമരുന്ന് പ്രയോഗങ്ങൾ തുടങ്ങി ഗ്ലോബൽ വില്ലേജിലെത്തുന്ന ഓരോ സന്ദർശകനെയും കാത്തിരിക്കുന്നത് വൈവിധ്യ അനുഭവങ്ങളാണ്. തെരുവ് കലാപ്രകടനങ്ങൾ, സ്റ്റണ്ട് ഷോ എന്നിവയടക്കം 40,000 ഷോകൾ വേറെയുമുണ്ടിവിടെ. ഈ പരിപാടികൾക്കെല്ലാം സാക്ഷ്യം വഹിക്കുന്നതാവട്ടെ ആഗോള ഗ്രാമത്തിൽ ദിനം പ്രതി എത്തുന്ന 10,000-ങ്ങളാണ്.
ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, റെയിൽവേ മാർക്കറ്റ് തുടങ്ങി ബിലീവ് ഇറ്റ് ഓർ നോട്ട് പവലിയനും പ്രേതഭവനവുമെല്ലാം സന്ദർശകർക്ക് നൽകുന്നത് മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. റോഡ് ഓഫ് ഏഷ്യ എന്ന തെരുവും ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനം കവരുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 25-നാണ് ഗ്ലോബൽ വില്ലേജ് തുടങ്ങുന്നതെങ്കിൽ ഈ വർഷം ഒരാഴ്ച മുമ്പ് തന്നെ ആഗോള ഗ്രാമം പ്രവർത്തനം തുടങ്ങി. ഞായർ മുതൽ ബുധൻ വരെ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 12 മണി വരെയും വ്യാഴം മുതൽ ശനി വരെ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 1 മണി വരെയും ഗ്ലോബൽ വില്ലേജിന്റെ കവാടങ്ങൾ സന്ദർശകർക്കായി തുറന്നിരിക്കും. 25 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ടിക്കറ്റ് വാങ്ങുന്നവർക്ക് 10% ഇളവും ലഭിക്കും. 2 തരത്തിലുള്ള ടിക്കറ്റുകളാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നിരക്കിളവോടെയുള്ള വാല്യൂ ടിക്കറ്റും എല്ലാ ദിവസവും പ്രവേശനം അനുവദിക്കുന്ന എനി ഡേ ടിക്കറ്റും ലഭ്യമാണ്. ഓൺലൈനായും കൗണ്ടറുകളിലും ടിക്കറ്റ് വാങ്ങാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാരാന്ത്യങ്ങളിൽ രാത്രി 9 മണിക്ക് കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. എമിറേറ്റിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് പുതുതായി ബസ് സർവീസും RTA ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 28 വരെ ആഗോള ഗ്രാമം സന്ദർശകരെ സ്വീകരിക്കും. കഴിഞ്ഞ തവണ 90 ലക്ഷത്തിലേറെ സന്ദർശകരാണ് ഇവിടെ എത്തിയത് എങ്കിൽ ഇക്കുറി അതിലേറെ സന്ദർശകർ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ആഗോള ഗ്രാമത്തിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നതല്ല. മതിവരാ കാഴ്ചകൾ ഇനിയും ഏറെയുണ്ട്.